CPM 24-ാം പാർട്ടി കോൺഗ്രസിന് മധുരയിൽ തുടക്കമായി. മുതിർന്ന നേതാവ് വിമൻ ബസു പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. പുതിയ പാർട്ടി ജനറൽ സെക്രട്ടറിയെ തീരുമാനിക്കുന്നതിൽ അടുത്ത കാലത്തൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള അനിശ്ചിതത്വമാണ് CPM-ലുള്ളത്. കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ജനറൽ സെക്രട്ടറി പദവിയിലെത്താൻ സാധ്യതയുണ്ട്. അശോക് ധാവള, BV രാഘവലു, മുഹമ്മദ് സലീം എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട്. മധുരയിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട്. ഹർകിഷൻ സിംഗ് സുർജിത്തിന് ശേഷം പ്രകാശ് കാരാട്ടും അത് കഴിഞ്ഞ് സീതാറാം യെച്ചൂരിയും വരുമെന്ന് പാർട്ടി കോൺഗ്രസിന് മുമ്പ് തന്നെ ഏതാണ്ട് ഉറപ്പിച്ചതാണ്. അത്തരം ധാരണകളൊന്നും നേതൃതലത്തിൽ ഉണ്ടാവാതെയാണ് മധുര പാർട്ടി കോൺഗ്രസിലേക്ക് CPIM കടന്നത്. പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കേരളത്തിൽ നിന്ന് EMS-ന് ശേഷം MA ബേബിയിലൂടെ ജനറൽ സെക്രട്ടറി പദവി എത്തുമെന്നാണ് കേരള നേതാക്കളുടെ പ്രതീക്ഷ. വർഷങ്ങളായി പാർട്ടി സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് ബേബിക്ക് മുമ്പിലുള്ള അനുകൂല ഘടകവുമാണ്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള അശോക് ധാവളയുടെ പേരും സജീവമായി പരിഗണിക്കുന്നുണ്ട്. കേന്ദ്ര നേതൃത്വത്തിൽ കാരാട്ട് യെച്ചൂരി ശീതസമരത്തിൽ യെച്ചൂരിക്കൊപ്പം എല്ലാ കാലവും നിന്ന ധാവളയ്ക്ക് എളുപ്പത്തിൽ ജനറൽ സെക്രട്ടറി കസേരയിലെത്താൻ കഴിയില്ല. സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടതോടെ BV രാഘവലുവിന്റെ പേരും ചർച്ചയായിട്ടുണ്ട്. പാർട്ടി തിരിച്ചുവരവിന്റെ പാതയിൽ നിൽക്കുന്ന പശ്ചിമ ബംഗാളിൽ നിന്ന് ജനറൽ സെക്രട്ടറി വേണമെന്ന തീരുമാനത്തിൽ നേതൃത്വമെത്തിയാൽ മുഹമ്മദ് സലീമിനും തപൻ സെന്നിനുമാണ് സാധ്യത. പ്രായപരിധിയിൽ ഇളവ് കൊടുത്ത് പ്രകാശ് കാരാട്ടോ, വൃന്ദ കാരാട്ടോ ജനറൽ സെക്രട്ടറി പദവിയിൽ വരട്ടെ എന്ന തീരുമാനം മധുര പാർട്ടി കോൺഗ്രസ് എടുക്കാനുള്ള വിദൂര സാധ്യതയും കാണുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റാഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, മധുര.